സ്ഥാനാർത്ഥി ചിത്രം വ്യക്തമായതോടെ കൊടുവള്ളി മണ്ഡലത്തിൽ ഇത്തവണ പോരാട്ടം കനക്കും. UDF-നായി PK ഫിറോസും LDF-നായി സലീം മടവൂരും NDA-ക്കായി ഗിരി പാമ്പനാലും ആണ് മത്സര രംഗത്തുള്ളത്. തെരഞ്ഞെടുപ്പ് ചിത്രം വ്യക്തമായതോടെ കൊടുവള്ളിയിൽ ഇത്തവണ പോരാട്ടം ശക്തമാവും. മുസ്ലിം വോട്ടുകൾക്ക് നിർണായക സ്വാധീനമുള്ള കൊടുവള്ളി മണ്ഡലത്തിൽ മുസ്ലിം ലീഗ് രംഗത്തിറക്കിയ യൂത്ത് ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി PK ഫിറോസിനോട് ഏറ്റുമുട്ടാൻ CPM സ്വതന്ത്രനായി എത്തുന്നത് സലീം മടവൂരാണ്. RJD സംസ്ഥാന ജനറൽ സെക്രട്ടറിയായിരുന്ന സലീം മടവൂരിൻ്റെ സ്ഥാനാർത്ഥിത്വം ദിവസങ്ങൾ വൈകി ബുധനാഴ്ച രാത്രിയാണ് LDF കൺവീനർ TP രാമകൃഷ്ണൻ പ്രഖ്യാപിച്ചത്. കോഴിക്കോട്ടെ CPM-ൻ്റെ മറ്റു മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികളെല്ലാം തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം വന്നതിൻ്റെ പിറ്റേ ദിവസം തന്നെ പ്രഖ്യാപിച്ചിരുന്നു. കൊടുവള്ളിയിൽ ലീഗ് രംഗത്തിറക്കുന്നത് ആരാണെന്നറിയാൻ കാത്തിരിക്കുകയായിരുന്നു CPM. 2021 തെരഞ്ഞെടുപ്പിൽ ലീഗ് സ്ഥാനാർത്ഥി ഡോക്ടർ MK മുനീർ CPM സ്വതന്ത്രനായ കാരാട്ട് റസാക്കിനെ 6344 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിനാണ് തോൽപ്പിച്ചിരുന്നത്. അനാരോഗ്യം കണക്കിലെടുത്ത് ഇത്തവണ മുനീറിനെ മാറ്റി PK ഫിറോസിനെ സ്ഥാനാർത്ഥിയാക്കിയപ്പോൾ മുസ്ലിം സമുദായത്തിൽ നിന്നുള്ള സ്ഥാനാർത്ഥിയെ തന്നെ CPM രംഗത്തിറക്കുകയായിരുന്നു. മർക്കസ് ഹയർ സെക്കൻഡറി സ്കൂൾ അധ്യാപകനാണ് സലീം മടവൂർ. യുവജനതാദൾ സംസ്ഥാന പ്രസിഡന്റ്, ദേശീയ പ്രസിഡന്റ്, RJD സംസ്ഥാന ജനറൽ സെക്രട്ടറി എന്നീ സ്ഥാനങ്ങൾ വഹിച്ചിട്ടുണ്ട്. ഇംഗ്ലീഷ് സാഹിത്യം, ഹിസ്റ്ററി, പൊളിറ്റിക്കൽ സയൻസ് ആൻഡ് പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ എന്നീ വിഷയങ്ങളിൽ ബിരുദാനന്തര ബിരുദവും നേടിയിട്ടുണ്ട്. ട്രെയിനുകളിൽ മരുന്ന് ലഭ്യമാക്കാനും പാചകവാത വിതരണ കൂലി ഇല്ലാതാക്കാനും നിയമ പോരാട്ടവും നടത്തിയിട്ടുണ്ട്. ബീഹാറിലെ ബാലികാ പീഡന സംഭവത്തിൽ സലീം മടവൂരിൻ്റെ കത്ത് പരിഗണിച്ചാണ് പാട്ന ഹൈക്കോടതി CBI അന്വേഷണത്തിന് ഉത്തരവിട്ടിരുന്നത്. മടവൂർ UP സ്കൂൾ അധ്യാപിക സൈദയാണ് ഭാര്യ. 3 മക്കളുമുണ്ട്. നിയമസഭയിലേക്ക് ഇത് 2ാം തവണയാണ് PK ഫിറോസ് ജനവിധി തേടുന്നത്. കഴിഞ്ഞ തവണ താനൂരിൽ മത്സരിച്ചുവെങ്കിലും പരാജയപ്പെട്ടു. അഭിഭാഷകൻ കൂടിയായ PK ഫിറോസ് MSF സംസ്ഥാന പ്രസിഡന്റ്, യൂത്ത് ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി, MG സർവകലാശാല സിൻഡിക്കേറ്റ് അംഗം എന്നീ നിലകളിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. KT ജലീലിനെതിരെ ഉയർന്ന ബന്ധുനിയമന വിവാദത്തിൽ നിയമപോരാട്ടത്തിലൂടെ ശ്രദ്ധേയനായി. T നസ്രിയാണ് ഭാര്യ. 1 മകളുമുണ്ട്. കൊടുവള്ളി മുസ്ലിം ലീഗിൻ്റെ കോട്ടയാണെങ്കിലും എന്തും സംഭവിക്കാമെന്നാണ് മുൻകാല തെരഞ്ഞെടുപ്പ് ചരിത്രം വ്യക്തമാക്കുന്നത്. 1977 മുതൽ ലീഗിന് ശക്തമായ വേരോട്ടമുള്ള കൊടുവള്ളിയിൽ 2006 CPM രംഗത്തിറക്കിയത് ലീഗ് വിട്ടുവന്ന PT റഹീമിനെയായിരുന്നു. അന്ന് കൊടുവള്ളി പിടിച്ച CPM 2016 കാരാട്ട് റസാക്കിനെയും സ്വതന്ത്രനായി കളത്തിലിറക്കി വിജയക്കൊടി നാട്ടി. NDA-ക്ക് വേണ്ടി BDJS സ്ഥാനാർത്ഥി ഗിരി പാമ്പനാലും കൊടുവള്ളിയിൽ രംഗത്തിറങ്ങിയതോടെ ഇനിയുള്ള ദിവസങ്ങൾ പ്രചരണങ്ങൾ പൊടിപിടിക്കും. CPM സ്വതന്ത്രന്മാർ മുമ്പ് വിജയിച്ചിട്ടുണ്ടെങ്കിലും മാറിയ രാഷ്ട്രീയ സാഹചര്യം ഇക്കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കൊടുവള്ളി മണ്ഡലത്തിലെ തദ്ദേശ സ്ഥാപനങ്ങളിലെ UDF ഭൂരിപക്ഷമെന്നത് മുസ്ലിം ലീഗിന് കൂടുതൽ ആത്മവിശ്വാസമേകുന്നുണ്ട്. അതേസമയം 2ാം ടൈമിലെ ഭരണ നേട്ടം തന്നെയാണ് LDF പ്രചരണ വിഷയമാക്കുന്നത്. കോഴിക്കോട് ജില്ലയിലെ കൊടുവള്ളി നഗരസഭയും കിഴക്കോത്ത്, മടവൂർ, നരിക്കുനി, ഓമശ്ശേരി, താമരശ്ശേരി, കട്ടിപ്പാറ എന്നീ പഞ്ചായത്തുകളും ഉൾപ്പെട്ടതാണ് കൊടുവള്ളി നിയമസഭാ മണ്ഡലം. ഫസൽ ബാബു, ന്യൂസ് ബ്യൂറോ, ഓമശ്ശേരി.